ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അനഘയുടെ വായൊക്കെ പൊത്തിപ്പിടിക്കുന്ന സമയത്താണ് അനഘയുടെ ബോധം പോകുന്നത്. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ICUലേക്ക് കയറ്റുന്നത്. പിന്നീട് അവരാണെങ്കിൽ രണ്ടുപേരും കൂടി പറയുന്നുണ്ടായിരുന്നു പൾസൊക്കെ നോക്കിയപ്പോൾ മരിച്ചു എന്നാണ് തോന്നുന്നത്. എന്നാലും അതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറയുകയാണ്. എന്തായാലും ആ കിളവനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന്. അങ്ങനെയാണ് മുത്തശ്ശനെ വിളിക്കുകയാണ്. അനഘയുടെ ബന്ധു എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരാമോ എന്ന് മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അവർ രണ്ടുപേരും ഡോക്ടറുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അനഘ ICUയിൽ നിന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോക്ടറിൻ്റെ അടുത്ത് അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നേ. കുട്ടിക്ക് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ് നേരിയ ഒരു ചലനം മാത്രമേ ഉള്ളൂ. ആ കുട്ടിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ആ കുട്ടിയുടെ ആയുസ് തീരാൻ പോവുകയാണെന്നുള്ള കാര്യം. ലാസ്റ്റ് കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് അനഘ സംസാരിച്ചിരുന്നതെന്ന് ഇങ്ങനെ ഡോക്ടർ പറയണേ. അതിനുശേഷം ഡോക്ടർ ചോദിക്കുകയാണ് അനഘയുടെ മോളോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനഘയുടെ മോള് ഭയങ്കര കരച്ചിൽ തന്നെയാണെന്ന് പറയുകയാണ്. പാവം കുട്ടി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അഭിസാറെ വിളിച്ച് പറയണ്ടേ എന്നപ്പോൾ കൂടെ നിന്ന് ഒരാൾ പറയുകയാണ് വേണ്ട, ഇപ്പോൾ പറയേണ്ട, നേരിയ ഒരു ചലനമുണ്ടെന്നല്ലേ പറഞ്ഞത്, നമ്മൾ അഭിസാറിൻ്റെ അടുത്ത് മരിച്ചു എന്നല്ലേ പറഞ്ഞ്, എന്തായാലും മൂർത്തി സാറൊക്കെ വന്നതിന് ശേഷം സാറിൻ്റെ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന്. ഇത്രയും കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അബി. അതിനുശേഷം ആദർശിനെയും മുത്തശ്ശനെയും ആദർശിൻ്റെ ഫോട്ടോ കാണിക്കാൻ വേണ്ടി അബി ഏർപ്പെടുത്തിയ ആൾക്കാരുടെ അടുത്ത് കണ്ണുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നേ. ഏർപ്പെടുത്തിയ ആൾക്കാരാണെങ്കിൽ സാറേ ഏതോ നോക്കുമെന്ന് പറഞ്ഞ് ആദർശിനെയും മുത്തശ്ശനെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ആദർശനും മുത്തശ്ശനും ആകെ ഷോക്കാവുകയാണ് ഈ ഫോട്ടോ കാണുമ്പോൾ. ആദർശിൻ്റെ അടുത്ത് മുത്തശ്ശൻ കേൾക്കുകയാണ് ഇതെന്താണെന്ന്. അപ്പോൾ ആദർശ് പറയണേ എനിക്കൊന്നും അറിയില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന് ആദർശ് പറയുകയാണ്. ആദർശാണെങ്കിൽ അബി ഏർപ്പെടുത്തിയ ഗുണ്ടകളടുത്ത് ചോദിക്കുകയാണ് ഏതാ പെൺകുട്ടിയെന്ന്. അപ്പോൾ ഗുണ്ടകൾ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് സാറിൻ്റെ കൂടെ നിൽക്കുന്ന പെൺകുട്ടി ഏതാണെന്ന് സാറിന് അറിയത്തില്ലേ എന്ന്. എന്നിട്ട് ആ ഗുണ്ടകൾ പറയുന്നുണ്ടായിരുന്നു ഇതാണ് അനഘ എന്ന്. ആ അനഘയുടെ കുട്ടിയാണ് ദോ ഇരിക്കുന്ന ചാന്ദിനി മോള് എന്നിങ്ങനെ പറയുകയാണ്. ഞങ്ങൾ ആ കുഞ്ഞിനെ ചന്തുമോൾ എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് മൂർത്തി സാറിൻ്റെ അടുത്ത് ആ ഗുണ്ടകൾ പറയുകയാണ് മൂർത്തി സാറിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു ബഹുമാനമുണ്ട്, എന്നാൽ സാറിൻ്റെ കൊച്ചുമോൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്ന്. ഇതുവരെ ഈ കാര്യങ്ങൾ പുറത്ത് പറയാത്ത സാറിന് സമൂഹത്തിൽ നല്ല നിലയും വിലയും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ പുറത്ത് പറയാതെ മറച്ചു വെച്ച്. എന്തായാലും ഇപ്പോൾ അനഘ മരിച്ചുപോയി, അപ്പോൾ ആ കുട്ടിയെ ഏറ്റെടുക്കാൻ ആരുമില്ല, അതുകൊണ്ട് സാർ അനഘയുടെ കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്നാണ് ഗുണ്ടകൾ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ് അനാഥയെ കുഞ്ഞുങ്ങളെ ബന്ധുക്കളാണ് ഏറ്റെടുക്കാനുള്ളത്, ഇനി ബന്ധുക്കളെ ഏറ്റെടുത്തില്ലെങ്കിൽ ഫോർട്ടീസ് ജ്വല്ലറി ഒരുപാട് അനാഥ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഈ കുട്ടിക്ക് ഞങ്ങൾ ഒരുപാട് സഹായം ചെയ്തു കൊടുക്കാം, അല്ലാതെ ഈ കുട്ടിയുടെ പ്രതിത്വം ഏറ്റെടുക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ആദർശ് പറയുകയാണ്. കുട്ടി എൻ്റേതല്ലാന്ന് തറപ്പിച്ച് ആദർശ് പറയുകയാണ്. എന്നിട്ട് ആ ഗുണ്ടകൾ പറയുന്നുണ്ടായിരുന്നു സാർ ഇവിടെ വന്ന് പോയതിന് ഒരുപാട് തെളിവുകളൊക്കെ ഞങ്ങളതിലുണ്ടെന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ ആദർശ് എന്ത് തെളിവാണുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടകളുടെ കഴുത്തിന് നേരെ കുത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ ആ ഗുണ്ടകൾ പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞ് സാർ സീനൊന്നും കാണിക്കണ്ട എന്ന്. ഇതൊക്കെ കാണുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് വേണ്ട ആദർശ് എന്ന് പറഞ്ഞ് ആദർശിനെ വിലക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും ആദർശിൻ്റെ കൂടെയൊക്കെയാണ് നിൽക്കുന്നത്. മുത്തശ്ശൻ പറയുകയാണ് എന്നെക്കാളും എനിക്ക് വിശ്വാസം എൻ്റെ കൊച്ചുമകനെയാണ്, നിങ്ങൾ പറയുന്ന കള്ളത്തിനൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല, ഇനി നിങ്ങൾ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ നിങ്ങൾ തെളിയിക്കുമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നേ ഗുണ്ടകളടുത്ത്. മുത്തശ്ശനാണെങ്കിൽ ആദർശിനെ അബിയൊക്കെ വിളിച്ച് പോകാനായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അബിയാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു ആ ഗുണ്ടകളടുത്ത് ഇങ്ങനെയൊക്കെ തിരക്കഥയൊക്കെ എഴുതി തന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് അവളാണോ പറഞ്ഞു തന്നതെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശനെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് അബിയെ ആദർശിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അബിയും മുത്തശ്ശനൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് അബി ഏർപ്പെടുത്തിയ ഗുണ്ടകളാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് സാറിനെ അറിയത്തില്ലേ, സാറിന് ഈ നാട്ടിലും നല്ല നിലയും വിലയുണ്ട്, ഈ നാട്ടിൽ മാത്രമല്ലല്ലോ പുറത്തും നല്ല വിലയും നിലയും ഉള്ള ആളല്ലേ, അപ്പോൾ ഈ കാര്യങ്ങൾ നാട്ടിലൊക്കെ പാട്ടായ അങ്ങേക്ക് നാണക്കേടാവും, ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചർച്ച തന്നെയാകും ഈ വിഷയത്തെക്കുറിച്ച്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് അവരും മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ ഭീഷണിപ്പെടുത്തുകയാണോ, നിങ്ങൾക്ക് എന്താ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ സത്യസന്ധതയോടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഈ കുറച്ച് ബിസിനസ് കുറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയണേ. അടുത്ത ഗുണ്ടകൾ എന്തോന്നോ പറയാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുന്ന സമയത്താണ് ഈ ചന്തുമോളാണെങ്കിൽ അച്ചാന്ന് വിളിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് വരികയാണ്. അച്ചാന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് കുഞ്ഞ് പറയുകയാണ് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ലേ അച്ഛാ, ഞാനും കൂടെ വരികയാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആദർശിൻ്റെ കയ്യിൽ കയറിയ കുഞ്ഞ് പിടിക്കുകയാണ്. അപ്പോൾ ആദർശാണെങ്കിൽ ഒന്നും മിണ്ടാതെ അന്തിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ ഈ കുഞ്ഞ് വന്ന് ആദർശിനെ അച്ചാന്ന് വിളിച്ച് കരയുകയല്ലേ കാണുമ്പോൾ മുത്തശ്ശന് ഭയങ്കര സങ്കടമാണ്. ഈ സങ്കടം കാണുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ ആ കുഞ്ഞിനെ വാരിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ സങ്കടം എനിക്ക് അധികം നേരം കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഞാൻ എടുത്തതെന്ന്, അല്ലാതെ നിങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടൊന്നുമല്ല കുഞ്ഞിനെ ഞാൻ എടുത്തതെന്ന്. സത്യം തെളിയുന്നവരെ മാത്രമേ കുഞ്ഞ് ഞങ്ങളുടെ അനന്തപുരി ജീവിക്കുകയുള്ളൂ എന്ന് ആ ഗുണ്ടകളടുത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നേ.
ഇതൊക്കെ കാണുമ്പോൾ അബിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ഉള്ളിൽ അബിയുടെ കള്ളത്തരങ്ങൾ പൊളിയിക്കാതെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമെന്നുള്ള ഉദ്ദേശത്തിലാണ് അബിയും. പക്ഷേ ആണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, കുഞ്ഞിൻ്റെ അച്ഛനാരെന്ന് തെളിയിക്കാനുള്ള പല മാർഗങ്ങളും ഇപ്പോഴുണ്ടല്ലോ. മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ മുഖത്ത് ചെളിവാരി എറിയാൻ നോക്കുന്നവരുടെ മുമ്പിൽ ഇത് മാത്രമേ ചെയ്യാൻ നമുക്കൊരു വഴിയുള്ളൂ. നമുക്ക് ഈ കുഞ്ഞിനെയും കൊണ്ടുപോകാം. കുഞ്ഞി കൂടുതൽ ആരും ഒന്നും പറയണ്ടെന്ന് പറയുകയാണ് മുത്തശ്ശൻ. അബിയാണെങ്കിൽ കുഞ്ഞിനെ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കയ്യിൽ വെക്കുകയാണ്. അതിനുശേഷമാണ് അബി ഏർപ്പെടുത്തിയ ഗുണ്ടകൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ വിട്ടുകൊടുത്താൽ മതിയായിരുന്നല്ലോ എന്നപ്പോൾ പറയുകയാണ്, എന്തായാലും അവൾ മരിച്ചു പോയില്ലേ, ഇനി എന്താ കുഞ്ഞിനെ കൊണ്ടുപോയാലും എന്താ കുഴപ്പം, ഇനി അവളെ കത്തിക്കണം, അത്ര മാത്രമല്ലേ ഉള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈസ കണക്ക് പറഞ്ഞ് അബി സാറിൻ്റെ ഒന്ന് വാങ്ങിക്കണമെന്നൊക്കെയാണ് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നീടാണെങ്കിൽ ആദർശാണെങ്കിൽ വണ്ടിയിലിരുന്ന് പറയുകയായിരുന്നു, അമ്മയോട് ഞാൻ ഇനി എന്ത് പറയും, എൻ്റെ നിരപരാധിത്വത്തെ ഞാൻ എങ്ങനെ തെളിയിക്കും മുത്തശ്ശ എന്നൊക്കെ ആദർശൻ മുത്തശ്ശനടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് മുത്തശ്ശന് ആകെ ടെൻഷനാണ്. പിന്നീട് കുറച്ച് ദൂരം കഴിയുമ്പോൾ അബിയാണെങ്കിൽ ആദർശേട്ട വണ്ടി നിർത്തി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. എന്തിനാന്ന് അവർ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്ന് നിർത്തി ആദർശേട്ടാന്ന് പറയുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ വണ്ടിയിൽ ഇരുത്തിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവർ മൂന്നുപേരും പുറത്തിറങ്ങി സംസാരിക്കുകയാണ്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്ത് ചർച്ചയായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനും കമ്പനിക്കും ഒക്കെ ആകെ നാണക്കേടായിരിക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് അബി പറയുകയാണ്, ഈ കുഞ്ഞ് എൻ്റേതാണെന്ന് നമുക്ക് പറയാം. എൻ്റെ മുൻകാലത്തെ പ്രവൃത്തി എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇതൊന്നും വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നത്തില്ല. അതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കുഞ്ഞ് എൻ്റേതാണെന്ന് പറയാം. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി നീ ത്യാഗം ചെയ്യുകയാണോ എന്ന്. പിന്നീട് മുത്തശ്ശന് മനസ്സിലാവുകയാണ് അബി പറയുന്നതിൽ കാര്യമുണ്ടെന്ന്. അപ്പോൾ മുത്തശ്ശൻ അബിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിൻ്റെ ഏട്ടന് വേണ്ടി ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അബി പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട് എന്ന്. ഞാനിപ്പോൾ പഴയ അബിയൊന്നുമല്ല, എൻ്റെ ഇപ്പോൾ മാറ്റത്തെ നവ്യ പോലും സമ്മതിക്കുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്കാണ് ഒരു മാറ്റവും ഇല്ലാത്തത്. എന്തായാലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം, ഈ കുഞ്ഞ് എൻ്റേതാണെന്ന് തന്നെ വീട്ടിലെല്ലാവരുടെ അടുത്തും പറയാമെന്ന്. ഇങ്ങനെ പറയുമ്പോൾ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. എന്തായാലും എൻ്റെ മുൻകാലത്തെ പ്രവൃത്തി അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അറിയുന്നുള്ളതുകൊണ്ട് ഇതിലൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. നമ്മുടെ കമ്പനിക്കും കുടുംബത്തിനും വേണ്ടി ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഇങ്ങനെ അബി പറയുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ വേറെ നിവൃത്തിയൊന്നും കാണുന്നില്ല. അപ്പം ആ മുത്തശ്ശനെ സമ്മതിക്കുകയാണ് അബിയുടെ അഭിപ്രായത്തിൽ. പിന്നീട് മുത്തശ്ശൻ പറയുകയാണ്, ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഇപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് ആദർശനെയാണല്ലോ കുഞ്ഞ് കണ്ടിരിക്കുന്നത്, അതെങ്ങനെയാണ് ഇനി മാറ്റി പറയുന്നതെന്ന്. അപ്പോൾ അബി പറയണം, അതൊക്കെ നമുക്ക് മാറ്റി പറയാമെന്ന് പറയുകയാണ്. അവളുടെ അമ്മയ്ക്കൊരു തെറ്റ് പറ്റിയാണ്, കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് ആ കുഞ്ഞിൻ്റെ അടുത്ത് പറയാമെന്ന് അബി പറയുകയാണ്. ആദർശനാണ് ഈ കാര്യത്തിൽ ഒട്ടും താല്പര്യമല്ല, നമുക്ക് സത്യം തെളിയിച്ചാൽ പോരെ, ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന് കണ്ടുപിടിച്ചാൽ പോരെ, നിങ്ങൾക്കിപ്പോൾ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അബി പറയുകയാണ്, ഇനിയിപ്പോൾ നമ്മൾ സത്യം തെളിയിച്ചാലും സോഷ്യൽ മീഡിയ കുറേ നാൾ കൊണ്ട് നടക്കും. ഇനിയിപ്പോൾ നമ്മൾ സത്യം തെളിയുന്നവരെ കാത്തിരുന്നാലും ചിലപ്പോൾ നമ്മുടെ പണക്കൊഴുപ്പുകൊണ്ട് എങ്ങനെ ആക്കിയെടുക്കാമെന്നൊക്കെ അവർ പറയുമെന്ന്. പിന്നീട് അബി പറഞ്ഞതിന് വേറെ ഒരു മാർഗ്ഗം അവരുടെ മുന്നിലില്ലാത്തത് കൊണ്ട് അവരെല്ലാം അബി പറഞ്ഞത് അങ്ങ് സമ്മതിക്കുകയാണ്. പിന്നീട് അവരെല്ലാവരും വണ്ടിയിൽ കയറുകയാണ്. കയറിയതിന് ശേഷം അബിയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ അടുത്ത് പറയുകയാണ്, മോളുടെ അച്ഛൻ ഞാനാണെന്ന് ഇങ്ങനെ പറയുകയാണ് ആ കുഞ്ഞിൻ്റെ അടുത്ത്. അപ്പോൾ ആ കുട്ടി ആദർശിനെ നോക്കിയിട്ട്, അല്ല ഇതാണ് എൻ്റെ അച്ഛനെന്ന് ആദർശിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നേ ആ കുഞ്ഞ്. അപ്പോൾ അബി പറയുകയാണ്, ഇല്ല മോളെ, മോളുടെ അമ്മയ്ക്കൊരു തെറ്റ് പറ്റിയതാണ്, മോളുടെ അച്ഛൻ ഞാനാണെന്ന് അബി ആ കുഞ്ഞിൻ്റെ അടുത്ത് പറയുകയാണ്. അതിനുശേഷം അബിയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, മോൾക്ക് വിശക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ കുഞ്ഞ് പറയുകയാണ് വിശക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് നല്ല ഹോട്ടലിലൊക്കെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ് അബി. മുത്തശ്ശൻ പറയുകയാണ്, അനഘയുടെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയാൽ മതി, ശ്മശാനത്തിലേക്ക് വണ്ടി വിടാൻ വേണ്ടി ആദർശിൻ്റെ പേര് പറയുകയാണ് മുത്തശ്ശൻ. അപ്പോൾ അബി പറയുകയാണ്, അത് ഞാൻ പറയാനിരിക്കുകയായിരുന്നു മുത്തശ്ശൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഇനി നമ്മൾ അവിടെ പോയി ഒരു സീൻ ഉണ്ടാക്കുന്നത് എന്തിനാണെന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഇനി എന്ത് സീൻ ഉണ്ടാക്കാനാ, കുഞ്ഞിനെ നമ്മൾ ഏറ്റെടുത്തില്ല, ഇനി എന്ത് കുഴപ്പം വരാനാ, ഒരു കുഴപ്പമില്ല, വണ്ടി അങ്ങോട്ട് വിട്ടാൽ മതിയെന്ന് ആദർശിൻ്റെ പറയണം. അതിനുശേഷം ഗോവിന്ദനും കനകയാണ് കാണിക്കുന്നത്. ഗോവിന്ദനും കനകയും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗോവിന്ദൻ ജോലികളൊക്കെ ചെയ്യുകയാണ്. ആ സമയത്താണ് നവ്യ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത്. എന്താ മോളെ നേരത്തെ പറയാത്ത, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നിങ്ങനെ പറയുമ്പോൾ നവ്യ പറയാണ് വേണ്ടാന്ന് പറയുകയാണ്. അപ്പോൾ കനകയാണെങ്കിൽ ഗോവിന്ദന് കുടിക്കാൻ സംഭാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നവ്യയ്ക്ക് അതെടുത്ത് ഗോവിന്ദൻ കൊടുക്കുകയാണ്, എന്നാൽ മോളെ കുടിയെന്ന്. നവ്യയ്ക്കാണെങ്കിൽ നല്ല പെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നവ്യയാണെങ്കിൽ സോഫയിലൊക്കെ ചാരി കിടക്കുന്നു. അപ്പോൾ കനകയാണെങ്കിൽ നവ്യയുടെ തലയിലൊക്കെ ഇങ്ങനെ തലോടി കൊടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.